മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികളായ മൂന്നാളുകളുടെ സംഭവം വിവരിക്കുകയാണ്. മൂന്നാളുകൾ ഒരു യാത്ര പോകുന്നു. വിശാലമായ ഒരു യാത്രക്കൊടുവിൽ ശക്തമായ മഴ വന്നപ്പോൾ അവർ ആ മഴയിൽ നിന്ന് അഭയം തേടി ഒരു ഗുഹയിലേക്ക് പ്രാപിക്കുകയാണ്. നല്ല ശക്തമായ ആ മഴയെ തുടർന്ന് ഗുഹയിൽ വസിക്കുന്ന ആളുകളുടെ ഗുഹാമുഖത്ത് ഒരു വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വന്ന് അവര് വസിക്കുന്ന ആ ഗുഹാമുഖത്ത് വന്ന് അണഞ്ഞു പോകുന്നു. തത്തുല്യമായ സംഭവങ്ങളെല്ലാം വർത്തമാനകാലത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് മഹാന്മാരായ സ്വഹാബത്തിന് കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. ഈ മൂന്നാളുകൾ മഴ തോർന്നതിന് ശേഷം പുറത്തു പോകാമെന്ന് വിചാരിച്ചാണ് താൽക്കാലികമായി ആ ഗുഹയുടെ ഉള്ളിൽ അവർ അഭയം പ്രാപിച്ചത്. പക്ഷേ അതിശക്തമായ ശീഘ്രമായ ആ മഴക്കൊടുവിൽ ഗുഹയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത വിധം ഒരു വലിയ പാറക്കല്ല് അവർ വസിക്കുന്ന ഗുഹാമുഖത്ത് വന്നണഞ്ഞു പോയപ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്ക് രക്ഷയില്ലാതെയായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ നാട്ടുകാര് മലഞ്ചെരുവിൽ നമ്മൾ ഇങ്ങനെ ഒരു 3 പേര് താമസിക്കുന്നുണ്ട് എന്ന വിവരം നാട്ടുകാരെ അറിയിക്കാൻ നമ്മൾ ശബ്ദമിട്ടിട്ട് ആരെയും കേൾക്കാനാണ്. ഇൻഫർമേഷൻ ടെക്നോളജി അതിന്റെ ഉച്ചയിൽ വികസിച്ചു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ചന്ദ്രനിൽ പോയാൽ പോലും അവിടുത്തെ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്താനുള്ള സാങ്കേതിക വിദ്യ ഇന്നത്തെ ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇന്നത്തെ ഒരു മൊബൈൽ ഫോണോ അതുപോലെയുള്ള ശാസ്ത്രീയമായ പുരോഗതിയോ ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നത്. അവരാകെ മാനസികമായി വിഷമിച്ചു. ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ട് എന്നവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ ആളുകൾക്ക് പുറത്തു പോരാൻ പറ്റാത്ത വിധം വലിയ ഒരു പാറക്കല്ല് ഉരുണ്ടു വന്ന് ഗുഹയുടെ വായ അങ്ങ് അടച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ആശയങ്ങളും വർത്തമാനങ്ങളും പറയാൻ ഇതുപോലെ ഒരു 3 ആളുകൾ ഈ ഉള്ളിലുണ്ട് എന്ന വിഷയം അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. അതിലൊരാൾ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. സുഹൃത്തുക്കൾ പ്രവർത്തിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ പ്രവാചകൻ നമുക്ക് പകർന്നു തന്ന ഒരു ആശയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മം നോക്കി അത് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ നമ്മുടെ ഈ ദുരിതത്തിന്, ഈ ഒരു വിഷമത്തിന്, ഈ പ്രയാസത്തിന് തീർച്ചയായും നമുക്ക് രക്ഷയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ, എനിക്ക് 2 വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായി. അവരുടെ തുടക്കം മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ മാതാപിതാക്കളോട് അങ്ങേയറ്റം വാത്സല്യത്തിലും ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് ഞാൻ പെരുമാറുന്നത്. എന്റെ ജീവനോളം ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ കേവലം ഒരു വാക്ക് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ നിഷ്ഠയോടെ പുലർത്തിപ്പോരുന്ന ഒരു സംഭവമാണ്.
ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഇന്ന് വരെ, ഞാനോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ മാതാപിതാക്കളോട് എനിക്ക് എത്ര വലിയ സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ മാതാവും പിതാവും ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ സന്തോഷദായകമായ ഏതെല്ലാം അവസരങ്ങൾ വരുന്നുവോ അപ്പോഴെല്ലാം എന്റെ മാതാവിനും പിതാവിനും അത് നൽകിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് അനുഭവിക്കാറുള്ളത്. അദ്ദേഹം ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്, അല്ലാഹുവേ, നിനക്കറിയാം, ഒരു ദിവസം ഞാൻ വളർത്തുന്ന ഒട്ടകങ്ങൾക്കും പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ പുല്ല് തേടി ഞാനിങ്ങനെ വിജനമായ യാത്ര ചെയ്ത് വിശാലമായ മരുഭൂമിയിൽ പോയി എനിക്ക് കിട്ടാവുന്ന പുൽപുഷ്പങ്ങളെല്ലാം നേടിയെടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അന്ന് രാത്രി വളരെ വൈകിപ്പോയി. ഓരോ ദിവസവും ഓരോ സമയവും എന്റെ മാതാപിതാക്കൾ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ഞാൻ ഒരു ദിവസം പുല്ലുകൾ തേടി എന്റെ കന്നുകാലികൾക്ക് വേണ്ടി ഭക്ഷണം തേടി ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്റെ മാതാപിതാക്കളെ വിഷമിച്ച് വളരെ വിഷന്നരായി അവര് ഉറങ്ങിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മാതാപിതാക്കളെ ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കാൻ ഉണർത്തുക എന്നത് അദബ് കാടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവരെ ഉണർത്തിയില്ല. പക്ഷേ നാളിതുവരെയായി എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാനോ എന്റെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് എന്റെ മാതാവിനോടും പിതാവിനോടുമുള്ള അങ്ങേയറ്റ സ്നേഹത്തിന്റെ ഭാഗമാണ്. അത് എന്റെ ജീവിതത്തിൽ നിഷ്ഠയോടെ പുലർത്തിപ്പോരുന്ന ഞാൻ ഇന്നായി അത് തെറ്റിക്കേണ്ട പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതി ഞാൻ എന്റെ മാതാപിതാക്കൾ ഉണരുമോ എന്ന് വിചാരിച്ച് ഭക്ഷണത്തലികയുമായി എന്റെ മാതാവിന്റെയും പിതാവിന്റെയും അരികിൽ നിൽക്കുകയാണ്. അവരെപ്പോഴാണ് ഉണരുന്നത് ആ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അത്താഴം കൊടുത്തിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ, എന്റെ ചെറിയ കുരുന്നു മക്കള് ഭക്ഷണം കഴിക്കാൻ, എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്റെ ചെറിയ കുട്ടികൾ ഇങ്ങനെ വയറ് വിശന്നിട്ട് കരയുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ നാളിതുവരെയായി ഞാനോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കാത്ത പതിവ് ഇന്നായി തെറ്റിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവരിപ്പോൾ എണീക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് സമയം ഭക്ഷണത്തലികയുമായി അവരുടെ അരികിൽ കാത്തു നിൽപ്പാൻ അവസാനം പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണവുമായി ഞാൻ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. എന്റെ മക്കളും എന്റെ ഭാര്യയുമൊക്കെ അന്ന് വളരെ വയറ് വിശന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അല്ലാഹുവേ, ഞാൻ എന്തിനു വേണ്ടിയാണ് അവരെ പട്ടിണിക്കിട്ടത്? നിനക്കറിയാം, എന്റെ മാതാപിതാക്കളോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും ബഹുമാനവും മാത്രമാണ്. ഈ ചെയ്തത് നിന്റെ വജഹിന് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കളാണ് ജീവിതത്തിൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം ഈ ലോകത്താദ്യത്തെ ബന്ധമെന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, എന്നോടും നിങ്ങൾ നന്ദിയുള്ളവരാകണം, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരാകണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനോടുള്ള ബന്ധം കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ രണ്ടാമതായി പ്രിയപ്പെട്ടവരെ ഒരു ബന്ധം, ഏറ്റവും ആദ്യത്തിൽ രൂപപ്പെടുന്ന ബന്ധം നമ്മുടെ മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണമെന്ന് പറഞ്ഞ അതേ ആയത്തിൽ ആ ആയത്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മാതാവിനോടും പിതാവിനോടുമുള്ള കടമയും കടപ്പാടും പറഞ്ഞിട്ട്
വാചാലമായി സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾ പറഞ്ഞല്ലോ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവനം അതിനൊരിക്കലും തിരിച്ചു ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കട്ടെയോ? എന്റെ മാതാവ് കബർഭാഗം പിടിപെട്ടി കിടപ്പായിട്ട് കാലങ്ങളേറെയായി. ആ മാതാവിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ആ മാതാവിന് വെള്ളം കുടിക്കാൻ കഴിയില്ല, ആ മാതാവിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചോറ് ഉരുളയാക്കി എന്റെ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഓരോ മുറുക്ക് വെള്ളവും ഇതാ ഗ്ലാസ് എടുത്തുകൊണ്ട് എന്റെ മാതാവിനെ വെള്ളം കുടിപ്പിക്കുന്നു. എന്റെ മാതാവിന് എന്നേതാ ഞാൻ എന്റെ മാതാവിന്റെ ഒരു കഴുതയാണ് നബിയേ. മാതാവ് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാമെന്ന് പറഞ്ഞാൽ എന്റെ തോളിൽ കുത്തിയാണ് ഞാൻ മാതാവിനെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഒന്നല്ല രണ്ടല്ല, ഒരു 10 കാലം എന്റെ മാതാവിന് ഞാൻ സേവനം ചെയ്തു വരുന്നു. എന്റെ മാതാവ് ചെറുപ്പകാലത്ത് എനിക്ക് ചെയ്ത സേവനത്തിന് ഇതിന് പകരമാവുകയില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സേവനത്തിന് ഇത് എങ്ങനെ പകരമാകാനാണ്? അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് പകരമാകാത്തത് എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതാ നിനക്ക് വേണ്ടി നിന്റെ മാതാവും പിതാവും സേവനം ചെയ്യുമ്പോ നീ വളരണമെന്നും ഉയരണമെന്നും വലുതാകണമെന്നും ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ വയസ്സും പ്രായവുമുള്ള മാതാവിനെയും പിതാവിനെയും നീ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്. കുറച്ചവരെ ഇതുപോലെ എത്ര കാലം ഞാൻ എന്റെ മാതാവിന് സേവനം ചെയ്യേണ്ടി വരും? ഞാൻ കടയിൽ പോയിട്ട് ദിവസങ്ങളായി, എന്റെ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ദിവസങ്ങളായി, എന്റെ കുറെ സാമ്പത്തികമായ ഒരുപാട് നഷ്ടങ്ങൾ ഓരോ ദിവസവും എന്റെ മാതാവും പിതാവും രോഗശയ്യയിൽ കിടക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നു. ഇതുപോലെ ഞാൻ എത്ര കാലം എന്റെ മാതാവിനും പിതാവിനും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്ന ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലില്ലേ? ആ മാതാവും പിതാവും കൂടുതൽ കാലം ജീവിക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ വളർന്ന് വലുതാവുന്ന സമയത്ത് നിങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷം കണ്ടെത്തിയവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് നീ നിന്റെ മാതാവ് നിനക്ക് ചെയ്ത സേവനത്തിന്റെ 100 അംശം പോലും ഇതാവുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വാക്ക് എത്ര വലിയ അർത്ഥവത്താണ്. ഓരോ മാതാവിനും പിതാവിനും അവർ രോഗശയ്യയിൽ കിടക്കുമ്പോ പ്രസ്ഥാനമുള്ളവർ, കടയുള്ളവർ, ജോലിയുള്ളവർ, ഉദ്യോഗമുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ അവരുടെ ഉദ്യോഗങ്ങൾ കലർന്ന് അവരുടെ സാമ്പത്തിക ശേഷിയിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി ആ മാതാവിനെയും പിതാവിനെയും ട്രീറ്റ് ചെയ്യുമ്പോ പടച്ചവനെ ഞാൻ എത്ര കാലം ഇതുപോലെ കഴിയേണ്ടി വരും എന്ന് ചോദിച്ചു പോവുക സ്വാഭാവികമാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ജീവിതത്തിലും ആയുസ്സിലും ആഗ്രഹിക്കുകയും അതിൽ സന്തോഷം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആ മാതാവും പിതാവും നിനക്ക് ചെയ്ത സേവനത്തിൽ ഇതെങ്ങനെയാണ് പകരമാകുന്നത്? 100 അംശം പോലും ആവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്താണ് ഈ ചരിത്രത്തിലുള്ള സംഭവത്തെ നമ്മൾ ആലോചിക്കേണ്ടത്. ആ മനുഷ്യൻ പറയുന്ന, റബ്ബേ, ജീവിതത്തിൽ ഇതുവരെ മാതാവിനും പിതാവിനും ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി വൈകി വന്നപ്പോഴും ആ പതിവ് തെറ്റിക്കുന്നെന്ന് കരുതി പാടുവരെ സുബൈ ബാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും വിശപ്പിന്റെ ദാഹം കേട്ട്, ശബ്ദം കേട്ട്, കരച്ചിൽ കേട്ട് ഞാനും അതാ അടങ്ങി ഒതുങ്ങി ക്ഷമിച്ചു നിന്നവനാണ്. ഇത് എന്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ
ഈ സ്നേഹത്തെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളിപ്പോൾ വലിയ ഒരു വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ ഗുഹാമുഖത്ത് അടഞ്ഞു നിൽക്കുന്ന ഈ പാറ നിങ്ങളിൽ നിന്നൊന്ന് മാറ്റി നിർത്തണേ അല്ലാ എന്ന ഈ സ്വാലിഹായ സൽക്കർമ്മത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ സമയത്ത് പാറ ഇതാ ഒരൽപ്പം അങ്ങ് മാറി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കയ്യോ കാലോ ഇങ്ങനെ പുറത്തേക്ക് ഇടാമെന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് പൂർണ്ണമായി പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥാവിശേഷം. രണ്ടാമത്തെ ആള് ദുആ ചെയ്തു. രണ്ടാമത്തെ ആളോട് പറയുന്നു, ഇത് നിന്റെ ജീവിതത്തിലുണ്ടായ നല്ല ഒരു നിമിഷം, ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തി ദുആ ചെയ്യണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പ്രിയപ്പെട്ടവരെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി ആരാണെന്ന് അറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു, രണ്ടാമത്തെ ആൾ തന്റെ ജീവിതത്തിൽ ചെയ്ത സേവനത്തെ മുൻനിർത്തിയിട്ട് അതാ പറയുകയാണ്, റബ്ബേ, എന്റെ കൊച്ചാപ്പയുടെ മകൾ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? എല്ലാവർക്കും വലിയ വരൾച്ച അനുഭവപ്പെട്ട കാലഘട്ടമാണ്, വലിയ വിഷമമുള്ള സമയമാണ്, സാമ്പത്തികമായ ശേഷിയില്ലാത്ത കാലഘട്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഭക്ഷിക്കാൻ മറ്റുള്ളവരോട് കടം വാങ്ങേണ്ട അവസ്ഥയൊന്നുമില്ല, അല്ലെങ്കിൽ ആഹാരത്തിന് വിഷമമുള്ള കാലഘട്ടമല്ല ഇന്ന്. പഴയ കാലഘട്ടങ്ങളിൽ വലിയ വിഷമം പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ നമ്മുടെ ഉപ്പമാരും ഉപ്പൂപ്പമാരും ഒക്കെ കഥ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നല്ല ഒരു ധനികനായ ഒരു മുതലാളിയുടെ വീട്ടിൽ വല്ല മരിപ്പും നടക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാകണം. ആ രാത്രി സമയത്ത് നടക്കുന്ന കല്യാണത്തിന് പുതിയാപ്പിള വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം വിളമ്പുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. ആ രംഗം ഇവിടെ വിവരിക്കാൻ ഇപ്പോൾ സമയമില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു കല്യാണം നടന്നാൽ, അല്ലെങ്കിൽ നല്ല മുതലാളിമാരുടെ വീട്ടിലൊരു മരണം നടന്നാൽ, ഒരു 7 ദിവസമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന, അത് തന്നെ കഞ്ഞി, അത് പാചകം ചെയ്യുന്ന, അത് വിളമ്പിക്കൊടുക്കുന്ന ഒരു കാലഘട്ടം. അതിനുവേണ്ടി ആയിരങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു വീട്ടിൽ പോയി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി അല്ലാഹു നമുക്ക് വലിയ ഐശ്വര്യം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇതുപോലെ വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിൽ എന്റെ കൊച്ചാപ്പയുടെ മകൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 200 ദീനാർ കടം തരുമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഞാൻ എന്റെ കൊച്ചാപ്പയുടെ മകൾക്ക് 200 ദീനാർ കടമായി കൊടുക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ എന്റെ സഹോദരിയാണെങ്കിലും കൊച്ചാപ്പയുടെ മകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹോദരി എന്ന് വിളിക്കാറുണ്ട്. വിവാഹം ചെയ്യണമെങ്കിൽ വിവാഹം ചെയ്യാം, അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് കറാഹത്താണ്. പാപ്പാന്റെ ജ്യേഷ്ഠന്റെയും അനിയന്റെയും മക്കൾ തമ്മിൽ ആണും പെണ്ണുമാകുമ്പോൾ വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അഥവാ വേണമെങ്കിൽ ചെയ്യാം, അത് കറാഹത്താണ്, അടുപ്പമുള്ള കുടുംബമായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, വൈവാഹിക ജീവിതത്തിൽ അവർക്ക് നന്മയായി കഴിയാൻ വലിയ പ്രയാസമുണ്ടാകും. ആരോഗ്യപരമായും വൈകാരികമായും അവർക്ക് അടുക്കാൻ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വൈകല്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കല്യാണങ്ങൾ ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടുവരുന്ന കൊച്ചാപ്പയുടെ മകളാണെങ്കിലും പെണ്ണ് അന്യപെണ്ണ് തന്നെയാണ്. തൊട്ടാലും അന്യപെണ്ണിന്റെ സ്ഥാനത്തായി നമ്മൾ കാണേണ്ട പെണ്ണാണ്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഇവിടെ വന്ന് തന്റെ പ്രശ്നവും പ്രയാസവും പറഞ്ഞപ്പോൾ 200 ദീനാർ കൊടുത്തു. പക്ഷേ സുന്ദരിയുമായ എന്റെ കൊച്ചാപ്പയുടെ മകളെ കണ്ടപ്പോ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി, നിന്നെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, എന്നെങ്കിലും നിന്റെ ശരീരത്തോന്ന് എനിക്ക് ലഭിച്ചെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു വ്യവസ്ഥയിൽ ഇതാ 200 ദീനാർ തന്റെ കൊച്ചാപ്പയുടെ മകൾക്ക് കൊടുക്കുന്നു. അവസാനം
വിഷമവും പ്രയാസവും ഒക്കെ മാറിയ ഘട്ടത്തിൽ ഈ മനുഷ്യൻ വിചാരിക്കുന്ന റബ്ബേ, കടമായി കൊടുത്ത ആ കാശുണ്ടല്ലോ, ഞാൻ ആ കാശ് അവർക്ക് സ്വതക്കയായി നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ സ്വതക്ക ചെയ്യുമ്പോ ആ സ്വതക്കയായി കൊടുക്കുന്ന കാശുകൾ, കടമായി കൊടുക്കുന്ന കാശുകൾ അവർക്ക് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് സ്വതക്കയായി അവർക്ക് അങ്ങനെ വിട്ടു കൊടുക്കണം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതിന് സ്വതക്കയുടെ കൂലി ഉണ്ടാവും. അല്ലെങ്കിൽ ഹിസാബ് പറയാൻ വേണ്ടി ആഖിറത്തിൽ കാത്തു നിൽക്കുമ്പോൾ അവനെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മളും കാത്തു നിൽക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് കടമായി വാങ്ങിയ സ്വത്തുക്കൾ അത് വീട്ടരുതെന്നല്ല പറയുന്നത്, അത് വീട്ടണം. ഹക്കുള്ളത് വലിയ ബാധ്യതയായിട്ട് തന്നെ നമ്മൾ മുമ്പിൽ കാണണം. ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഒക്കെ അവരെ സമ്മതമില്ലാതെ പോലും പോകാൻ പാടില്ലെന്നതാണ് നിയമം. കടക്കാരായ ആളുകളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമുള്ള മയ്യത്താണെങ്കിൽ ഞാൻ ആ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുകയില്ല, നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലുമാരിൽ നിന്ന് ഗൗരവമായ സംഭവങ്ങൾ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മരിച്ചുപോയ ആളുകളുടെ കടമേറ്റെടുക്കാൻ ചില ആളുകൾ വരാറുണ്ട്. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോകും, നിങ്ങൾക്കുള്ള കടം ഒന്ന് വീട്ടിയെങ്കിൽ ഈ സമൂഹം രക്ഷപ്പെട്ടു പോയിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കാൻ വരുന്ന ആളുകളുടെ കടം എത്രയാണ്? ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കടക്കാരായി നമ്മൾ മരിക്കാൻ പാടില്ല. അത് ഒരു വലിയ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും കടമായി വാങ്ങിച്ചുകൊണ്ടായ ആ ഈ 200 ദീനാർ എന്ന് പറയുമ്പോൾ അത് സ്വർണ്ണ നാണയമാണല്ലോ. ദിർഹം എന്ന് പറഞ്ഞാൽ അത് വെള്ളി നാണയമാണ്. 200 ദീനാർ വാങ്ങിക്കൊണ്ടുപോയ ആ പാവപ്പെട്ട കുടുംബത്തിന് ഞാനത് സ്വതക്കരയിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി. പാവപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ സഹായിച്ചു, കടമായി സഹായിച്ചു. കടം കൊടുക്കുമ്പോഴും സദഖയുടെ പകുതി കൂലിയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞത് 200 സ്വർണ്ണ നാണയമാണ്. അല്ലാഹുവേ, ഇത് നിന്റെ കൂലി പ്രവേശിച്ചുകൊണ്ട് മാത്രമാണ്. ഇത് നീ അംഗീകരിച്ച ഒരു സ്വതക്കയാണെങ്കിൽ, ഇത് നീ അംഗീകരിച്ച ഒരു ദാനധർമ്മമാണെങ്കിൽ, സൽക്കർമ്മമാണെങ്കിൽ, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ എന്ന് അല്ലാഹുവേ നിങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥാ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആള് ദുആ ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവരെ, പാറയിത ഒരൽപ്പവും കൂടി മാറി നിൽക്കുന്നു. പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. നമ്മള് തലയിട്ട് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ പുറത്ത് കാണുന്നുണ്ട്, ശരീരം പുറത്തേക്ക് പോകുന്നില്ല. ഈ വിധത്തിലേക്ക് രക്ഷപ്പെട്ടു പോയി. ആ സമയത്ത് മൂന്നാമത്തെ ഒരാളോട് പറയുന്നു, നിങ്ങളും കൂടി ദുആ ചെയ്താൽ നമുക്ക് രക്ഷയുണ്ടാകും. മൂന്നാമത്തെ ആള് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഞാനൊരു വലിയ ധനികനായിരുന്നു, എന്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. അതിലൊരു വിദേശിയായ ജോലിക്കാരൻ വിദേശിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശമ്പളം ദിവസം അദ്ദേഹം വാങ്ങാറില്ല. അദ്ദേഹത്തിന്റെ ശമ്പളങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒന്നിച്ചു വാങ്ങാമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ ക്യാഷും വേതനവും എന്റെ അരികിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അത്യാവശ്യം വന്നപ്പോൾ അദ്ദേഹം യാത്ര പോയി. എന്നോട് പോലും സമ്മതം ചോദിക്കാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ വേതനം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെയും ആടുകളെയും പശുക്കളെയും കൊണ്ടുപോവുക, ഇതെല്ലാം നിങ്ങളുടേതാണ്. ആ സമയത്ത് ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ഞാൻ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്ത അത്രയും കാലത്തെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഈ പശുവിനെയും ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ടുപോകാൻ പറയുന്നത് നിങ്ങൾ പരിഹാസത്തോടുകൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുന്നു, അല്ല, നിങ്ങൾ
നിങ്ങളുടെ മുതലായി നിങ്ങൾക്ക് തരാൻ അവകാശപ്പെട്ട സാലറി ഇല്ലേ, അതുകൊണ്ട് ഞാൻ ഒരൽപ്പം ആടുകളെയും ഒട്ടകത്തെയും പശുവിനെയും വാങ്ങി അതിങ്ങനെ വളർന്നു വലുതായി പ്രസവിച്ച് പെറ്റുപെരുകി ഇപ്പോൾ ഇതാ നൂറുകണക്കിന് കന്നുകാലികളായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടേത് തന്നെ, ഇതിലൊന്നും എനിക്ക് ആവശ്യമില്ല. ആ ജോലിക്കാരനോട് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ പറയുന്നു, ഒരു കണ്ണുകൾ പോലും ഇവിടെ വാക്കുവെക്കാതെ ആ മനുഷ്യൻ ഈ നൂറുകണക്കിന് ഒട്ടകങ്ങളെയും ആടുകളെയും പശുക്കളെയും ആ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത സേവനം നിന്റെ ദീനിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണെങ്കിൽ ഈ നല്ല സൽക്കർമ്മത്തെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങളിപ്പോൾ വലിയ ഒരു ദുരിതത്തിലാണ് റബ്ബേ, വലിയ വിഷമത്തിലാണ്. ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. പടച്ചവനെ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മാന്യമായി അവരെ കഫൻ ചെയ്യാനുള്ള കഫൻ കുട പോലും ഞങ്ങളുടെ കൈകളിലില്ല നാഥ. അതുകൊണ്ട് അനുഭവിക്കുന്ന പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെയാണെന്ന് ദ്വാരയിലപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗുഹാമുഖത്ത് മറഞ്ഞു നിന്നിരുന്ന വലിയ പാറയുണ്ടല്ലോ, ആ പാറയങ്ങ് മാറിപ്പോകുകയാണ്. നിങ്ങൾ മൂന്നുപേരും പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥ വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ സഹാബത്തെ, ഈ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. നാം ചെയ്യുന്ന സുഹൃതങ്ങളെയും സൽക്കർമ്മങ്ങളെയും തവസ്സുലാക്കി അതിനെ മധ്യവർത്തിയാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് വലിയ ഫലമുണ്ട്, ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദഖ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. മരണപ്പെട്ടുപോയ മാതാവിന് വേണ്ടി ദുആ ചെയ്യുന്നു, മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്നു. അതിന്റെ മുന്നോടിയായി ഒരു സദഖ ഇതാ നമ്മൾ നൽകുന്നു. എന്തിനാണ് ആ സദഖ ചെയ്യുമ്പോൾ? തഖ്ദീമുൽ വസീലത്തി അദാഇൽ ഇജാബ. ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വസീലയെ മുന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദുആ അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടാൻ അത് ഏറ്റവും മതിയായ കാരണമാണെന്ന് ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ദർസിന് വേണ്ടി നിങ്ങളോട് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതുമായി സഹകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എല്ലാ വീട്ടുകാരും ഒരു 2500 രൂപ, ഒരു ചാക്ക് അരിയുടെ ക്യാഷ് നമ്മുടെ ദർസിലേക്ക് നിങ്ങൾ എല്ലാവരും നൽകണം. ആരും നമ്മുടെ വീട്ടിലേക്ക് വന്ന് അത് സംഭാവനയായി ചോദിക്കാൻ വന്നില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഒരു 500-1000 ഒക്കെ ആയി ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും അത് കൊടുത്തു തീർക്കണം. അൽഹംദുലില്ലാഹ്, പല ആളുകളും വന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സഹോദരൻ ഈ വർഷത്തേക്ക് ആവശ്യമായ മുഴുവൻ അരിയും ഒരു സഹോദരൻ ഏറ്റിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാനും തന്റെ പ്രസ്ഥാനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി നൽകുന്ന ആ സദഖയെ നീ സ്വീകരിക്കണേ റഹ്മാൻ.